സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് വിസാറ്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇലഞ്ഞിയിലാണ്. നല്ല അടിപൊളി കുട്ടികളും അടിപൊളി ഫാക്കൽറ്റീസുമുള്ള ഒരു മനോഹരമായ കോളേജാണ്. രാവണപ്രഭു എന്ന ഹിറ്റ് സിനിമയിൽ ലാലേട്ടനും രതീഷ് ചേട്ടനും തമ്മിലുള്ളൊരു വളരെ കോമ്പിനേഷനായിട്ടുള്ള മനോഹരമായൊരു മാസ് ഡയലോഗുണ്ട്. അതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ജോ യെസ്, വിസാറ്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പിറവം. ഇവിടുത്തെ എന്താണ് എന്താ ഇലഞ്ഞിയാണെന്ന് എനിക്കത് തിരുത്തി തന്ന്. വിസാറ്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇലഞ്ഞി കറക്റ്റാണോ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ യങ് മനസ്സിനുടമയായിട്ടുള്ള ഈ ചേച്ചിയെ തന്നെ, തങ്കമ്മ ചേച്ചിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. വരൂ ചേച്ചി. ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അല്ലേ? ബികോം ഫസ്റ്റ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ. അതെ. ഒന്ന് രണ്ട് വാക്ക് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പറയൂ. ഈ പ്രായത്തിലും ഡിഗ്രി എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്താണെന്നുള്ളത്. ഇവിടെ ഡിഗ്രി എടുക്കാനുള്ള കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, 10ാം ക്ലാസ് തുല്യത വെച്ച് പാസ്സായി, പിന്നെ ഒപ്പം +2 പാസ്സായി. അപ്പം പിന്നെ ഇവിടുത്തെ ഈ വിസാറ്റ് കോളേജിലെ അധികൃതർ, പ്രത്യേകിച്ചും നമ്മുടെ ചെയർമാൻ രാജു കുര്യൻ സാറ് ഇവിടെ എനിക്കൊരു സീറ്റ് തന്നു. അപ്പം ഡിഗ്രിക്ക് ബികോമിന് ഒരു സീറ്റ് തന്നു. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ അധ്യാപകരെല്ലാം നല്ല പ്രഗത്ഭരായ അധ്യാപകരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലായി. ഞാനിപ്പം ബികോം ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ എഴുതിച്ചിരിക്കുന്നതാണ്. ജയിക്കൂ എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അതെൻ്റെ ടീച്ചേഴ്സിൻ്റെ കഴിവാണ്. വീട്ടില് ഒരു മോനും മോളും ഉണ്ട്. മോളെ കെട്ടിച്ചു വിട്ടത് കോട്ടയത്ത്. മോനിപ്പം ഈ പണിക്ക് പോവുക, കൂലിപ്പണിക്ക് പോവുക. ഞാനും കൂലിപ്പണി എടുത്ത് നടന്നയാള് തന്നെയാണ്. എന്തായാലും ഇത് എന്താണ് അറിവ് എന്നുള്ളത് ഒരു പ്രായപരിധി തന്നെ നമ്മൾ പഠിക്കേണ്ടത്. എല്ലാവരും ജോലിക്ക് വേണ്ടി മാത്രമല്ല, ഇത് പല വേദികളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ജോലിക്ക് വേണ്ടി മാത്രമായിരിക്കരുത് അറിവ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തങ്കമ്മ അമ്മ. അത് ഒരു വലിയ കയ്യടി തന്നെ നിങ്ങളും കൊടുക്കുക. എന്തായാലും അമ്മച്ചി വളരെ സ്മാർട്ടാണ്. ഇനി നമുക്ക് അഭിനയം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊരു ഇത്തിരി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നതായിരിക്കും. ഇപ്പം അമ്മച്ചിയെ തന്നെ ആദ്യം ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാനിവിടെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്ഥലമൊക്കെ ഒന്ന് തിരുത്തി തന്ന ഇലഞ്ഞിയാണെന്ന് പറഞ്ഞു ഇല്ലേ? ഓക്കെ. അപ്പോൾ അമ്മ ഞാൻ വിളിക്കാം. വരൂ. മോളെ പേരെന്താണ്? ആതിര. ആതിര ഏതിനാ പഠിക്കുന്നത്? എവിടെയാണ്? വൈക്കം. ആതിരയുടെ ആ ഡയലോഗിൽ തന്നെ ആള് നല്ല കോൺഫിഡൻസ് ആയ ഒരു ഗേളാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാട്ട് പാടൂ? ഇല്ല. അപ്പോൾ റെഡി? അവിടെ നോക്കി പറയണം. ആക്ഷൻ. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങിക്കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ തവണ നീ എന്റെ കണ്ണിന് നേരെ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ. മുറുകെ പിടിച്ച് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുമുണ്ട്. അല്ലേടോ, ഗവർണർ തന്നോട് ഡീൽ ചെയ്തെന്നറിഞ്ഞപ്പോൾ ഞാനൊന്ന് കരുതലെടുത്തു. ഒരു ചാൻസ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണില്ലെന്നേ. പക്ഷേ എൻഫോഴ്സ്മെന്റ് അല്പം ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു. നിന്നെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ നിർത്തിയെന്നാണ്. നിനക്കായി സ്വന്തമായി കറൻസി നീ തന്നെ അച്ചടിക്കുന്നു എന്നാണ് അറിഞ്ഞത്. പുരുഷു കമ്മട്ടം കളവ് പോയോ? അതോ മഷി പിടിക്കുന്നില്ലേ? പഴയതുപോലെ പിടിക്കുന്നില്ലേ? എന്തായാലും ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കുക.
നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ? യെസ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓഡിയൻസ് നിങ്ങളോടാണ്. നല്ല കാറ്റാണ് ഇവിടെ, അപ്പം ഓഡിയോയ്ക്ക് ചെറിയൊരു നോയ്സ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് സത്യം ക്ഷമിക്കണം. അപ്പോൾ അടുത്ത ആളെ വിളിക്കാം. മോള് വരൂ. എന്താണ് പേര്? ശ്രീനന്ദ. ശ്രീനന്ദ. ഇത് കൊള്ളാം കേട്ടോ, ബ്യൂട്ടി സ്പോട്ട്. എവിടെയാണ് നാട്? ഇടുക്കി. ഇടുക്കിയിലാണ്. നല്ല സ്ഥലമാണ് ഇടുക്കി. ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നു. ഏതിനാ പഠിക്കുന്നത്? ബികോം. ബികോം ആണ്. ഫസ്റ്റ് ഇയർ ആണോ? ഓക്കെ. തുടങ്ങാമോ? എന്തോ? ഈ സിനിമ കണ്ടാണോ? അല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? സീൻ ഇപ്പോൾ കണ്ടു കാണുമല്ലോ അല്ലേ? കണ്ടായിരുന്നു. റെഡി, ആക്ഷൻ. ദീപ്. ദീപു ആരാ? ദീപുനെ വിളിക്കുന്നത്. ദീപു ആണോ? അല്ല, ഒളിഞ്ഞിരിക്കുന്നു. എവിടെ ദീപു? ദീപു എവിടെ ഒളിഞ്ഞിരിക്കുന്നത്? നിധി ഒളിഞ്ഞിരിക്കുന്ന ദീപ്. ഓ അതാണോ? ഇങ്ങോട്ട് വാ. പറ. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് കറുത്ത മുത്തോ ഒളിഞ്ഞ് കറുത്ത കടലിന്റെ ഞാൻ വന്നിട്ടുണ്ട്. കറുത്ത കടലിലോ? നമ്മൾ കണ്ടുകൊണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ? ദ്വീപില്. നമ്മൾ രണ്ടുപേരും. ഇത് എന്റെ അടുത്ത് കാര്യം പറയുന്നൊക്കെ ഉണ്ട്. യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇച്ചിരി ഉറക്കെ പറയാം കേട്ടോ. 1-2 തവണ. 1-2 തവണ ചൂണ്ടക്കുളത്ത്. ഒന്നോ രണ്ടോ തവണ നീ എനിക്ക് ഒപ്പിച്ചോ? നീ എനിക്ക് ചൂണ്ടക്കുളത്ത് എറിഞ്ഞിട്ടുണ്ട്. 1-2 തവണ. ഇദ്ദേഹം മീനായിരുന്നു. എന്തോ ഇത്? കണ്ണുകൾ കൊണ്ട് ചൂണ്ട. അത് അപാരം തന്നെ. കണ്ണുകൾ കൊണ്ട് ചൂണ്ടക്കൊളുത്തെറിഞ്ഞത് റൊമാൻസ് ആണോ? 1-2 തവണ കണ്ണുകൾക്ക് നേരെ ചൂണ്ടക്കണ്ണു. ചൂണ്ടക്കണ്ണോ? ഒന്നും നടക്കാൻ പോലുള്ള. 1-2 തവണ എന്റെ കണ്ണുകൾക്ക് നേരെ ചൂണ്ടക്കുളത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി കൊരയ്ക്കുന്നോ? എന്താ ഡോഗാണോ? നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. കൊരമണിക്ക് കൈ. കൊരമണിയോ? അത് കൊള്ളാല്ലോ. അത് കൊരവള്ളിക്ക് കൈ ചുറ്റി കൊല്ലാതെ നിന്നെ ഞാൻ വിട്ടിട്ടുമുണ്ട്. അല്ലേടോ? ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്യുന്നത് കണ്ടപ്പോ ഞാൻ കരുതലെടുത്തു. എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി. നീ നിന്റെ തനിക്കുണം കാണിച്ചു. എന്നെ കുറിച്ച് കുറച്ച് നാൾ മുമ്പ് ഞാൻ കേട്ടത്. നിന്നെ കുറിച്ച് കുറച്ച് നാൾ മുമ്പ് കേട്ട. നീ എല്ലാരും ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നാണ് കേട്ടെന്ന്. നീ എല്ലാരും ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നാണ്. സ്വന്തം ആവശ്യത്തിന് ക്യാഷ് അടിച്ചടിച്ചെടുക്കുന്ന ക്യാഷിലാ കീറിപ്പോത്തില്ലേ ക്യാഷ്? എന്താടെ പുരുഷ കമ്മട്ടും കളവ് പോയോ? അതോ മഷി കാണാതെ പോയോ? തീർന്നു പോയോ? സാറിന് കോടി പുണ്യം കിട്ടും. അതെ അതെ. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തങ്കമ്മ അമ്മയാണ്. അമ്മേ, അതവിടെ നോക്കി നമ്മൾ അഭിനയിച്ചങ്ങ് പറയുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് അമ്മയുടെ ഈ കൈകളിലെ നെയിൽ പോളിഷ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. സുന്ദരാ, നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. അപ്പോ ആക്ഷൻ. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. 1-2 തവണ എൻ്റെ കണ്ണുകൾക്ക് നേരെ നീ ചൂണ്ടക്കൊളുത്ത എറിഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈകൾ ചുറ്റി നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടിട്ടുമുണ്ട്. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൗണ്ടറുമായി നീ ഡീൽ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ കരുതിയിരുന്നു എൻഫോഴ്സ്മെന്റ് കലാപരിപാടി കുറച്ച് ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു, അത്രയേ ഉള്ളൂ. കുറച്ചു കാലം മുമ്പ് ഞാൻ കേട്ടിരുന്നത് നിന്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല എന്നാണെന്നല്ലോ കേട്ടിരുന്നത്. നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി കറൻസികൾ അച്ചടിക്കുന്നുവെന്നാണ് ഞാൻ അറിഞ്ഞത്.
എന്താടോ കമ്മട്ടം കളവ് പോയോ അതോ മഷി തീർന്നു പോയോ? വാ സൂപ്പർ. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റേടം. ഇനി അടുത്ത നമ്മൾ വിളിക്കാൻ പോകുന്നത് അമ്മച്ചിയുടെ തന്നെ സ്വന്തം കൊച്ചുമകളെയാണ്. അമ്മ അടിപൊളിയായിട്ട് പറഞ്ഞ കണ്ടോ? അതാണ്. അപ്പൊ ആ അമ്മച്ചിയുടെ കൊച്ചുമകളാണ്. ഉറക്കെ പറയണമെന്ന്. അപ്പം നമ്മൾ ഒരുപാട് ചിരിക്കരുത്, ഉറക്കെ പറയണം. പറഞ്ഞു കഴിഞ്ഞ് ചിരിച്ചോണം. പിന്നെന്താണ് എന്തെങ്കിലും ഉപദേശം കൊടു. എല്ലാ കാര്യം സ്ഫുടമായിട്ട് സംസാരിക്കും. എന്താണ് മോളുടെ പേര്? ദിയ. ദിയ. തുറക്കാം. ഓക്കെ, റെഡി, ആക്ഷൻ. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങിയ കറുത്ത കടലുകളിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. 1-2 തവണ നീ എന്റെ കണ്ണുകൾക്ക് നേരെ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറിയ കൊരവള്ളിക്ക് കൊരവള്ളിക്ക് ചുറ്റിപ്പിടിച്ച് മുറുക്കിയിട്ട് എന്നെ കൊല്ലാതെ വിട്ടിട്ടുമുണ്ട്. ഇതൊരൊറ്റ പീസൂടെ ഉള്ളൂ. ഇവനോട് കഴിഞ്ഞ വംശനാശം. സ്വന്തം കടവള്ളിയിലാണോ പിടിച്ചത്? അല്ല, നിന്നെ കൊല്ലാതെ വിട്ടിട്ടുമുണ്ട്. അല്ലേടോ, ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഒരു കരുതലെടുത്തിരുന്നു ഞാൻ. പക്ഷേ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു. അത്രേ ഉള്ളൂ. കുറച്ചു നാൾ മുമ്പ് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരുന്നത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തി എന്നതാണ്. നീ നിന്റെ ആവശ്യത്തിനായി കറൻസികൾ സ്വന്തമായി അച്ചടിക്കുന്നു. എന്താടോ പുരുഷു നിന്റെ കമ്മട്ടം കളവ് പോയോ? നിന്റെ മഷി, നിന്റെ പേനയിലെ മഷി തീർന്നു പോയോ? ഓക്കെ, കയ്യടിയൊന്നും ഇല്ല മക്കളെ. എന്തുവാടാ നീയൊക്കെ ഉറങ്ങുന്നോടാ? അങ്ങനെ വരാൻ വഴിയില്ലോ. എന്താ മോന്റെ പേര്? ജോഹൻ. ജോഹൻ. എവിടെയാണ് നാട്? തലയോലപ്പറമ്പ്. ഏതിനാ പഠിക്കുന്നത്? ബികോം. തുടങ്ങാം. പാട്ട് പാടൂ? ഇല്ല. ഓക്കെ, റെഡി, ആക്ഷൻ. ഒന്നുകൂടെ ഞാൻ പെണ്ണ് കാണാൻ വന്നേന്ന് നോക്കിയിട്ട് വിരലൊക്കെ കൊണ്ട് വരയ്ക്കുന്നു. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ വെച്ച് നിന്നെ നമ്മൾ കണ്ടുമുട്ടി. നീ 1-2 തവണ എന്റെ കണ്ണുകൾക്ക് നേരെ നീ ചൂണ്ടക്കൊടുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിയിൽ കൈകൾ ചുറ്റി ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടിട്ടുണ്ട്, വെറുതെ വിട്ടിട്ടുണ്ട്. കൗണ്ടറുമായിട്ടുള്ള തന്റെ ഡീൽ ചെയ്യാൻ പോകുന്ന അറിഞ്ഞപ്പോഴേ ഞാൻ കരുതൽ എടുത്തായിരുന്നു. എൻഫോഴ്സ്മെന്റ് പരിപാടികൾ ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു, അത്രേ ഉള്ളൂ. നിന്നെ കുറച്ചു നാൾ മുമ്പ് നിന്നെ കുറിച്ച് ഞാൻ കേട്ടത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അല്ല, അത് തന്നെ ഉപദ്രവിക്കുന്നത് നിർത്തി എന്നാണ്. നീ നിന്റെ ആവശ്യത്തിന് വേണ്ടി കറൻസികൾ സ്വന്തമായി അച്ചടിച്ചു തുടങ്ങി. എന്താ പുരുഷു കമ്മട്ടം കളവ് പോയോ അതോ മഷി തീർന്നു പോയോ? ഓക്കെ, രക്ഷപ്പെട്ടോളൂ. എന്താ പോരെ ഫസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ കുറച്ച് മിസ്സന്മാരും ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നിപ്പുണ്ട്. അപ്പം നമുക്ക് ഏത് മിസ്സിനെ വിളിക്കാം? ആരാണ്? എന്താണ് ഉറക്കെ പറയൂ. ക്ലാസ് ടീച്ചർ ലിൻഡ മിസ്. ഒരു കൈ അടിച്ച് ലിൻഡ പ്ലീസ് കം. ലിൻഡ മിസ്സിന് ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ കുട്ടികൾ. ഞാൻ ബികോം ഫസ്റ്റ് ഇയർ പഠിപ്പിക്കുന്നത്. ഓക്കെ, എവിടെ നാട്? എന്റെ ഇവിടെ മുത്തോലരം തന്നെയാണ്. റെഡി, ആക്ഷൻ. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ യാത്രയിൽ കലങ്ങിയ കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. 1-2 പ്രാവശ്യം നീ എന്റെ കണ്ണിന് നേരെ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഇത് വലിയ പുള്ളിയാട്ടോ.
നമ്മുടെ ഇവിടെ കിടക്കേണ്ട ആളൊന്നുമല്ല. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിയിൽ മുറുകി ചുറ്റി കൈകൾ ചുറ്റി നിന്നെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട്. അല്ലേടോ? ഗൗണ്ടർ നിന്നെ ഡീൽ ചെയ്യുന്നെന്ന് അറിഞ്ഞപ്പം ഞാൻ കരുതലെടുത്തിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റിന്റെ ഇടപെടലുകൾ അല്പം ചീപ്പായി പോയി. നിന്റെ നിലവാരം അതാണെന്ന് എനിക്ക് അറിയാം. നീ കുറച്ചു കാലം മുൻപ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് നിർത്തി എന്ന് ഞാൻ ഇപ്പൊ അറിഞ്ഞു. പകരം കറൻസി അച്ചടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. നീ നിന്റെ ആവശ്യത്തിന് വേണ്ടി കറൻസി അച്ചടിക്കുന്നു എന്ന് ഞാൻ കേട്ടു. പുരുഷു എന്താ പുരുഷു? കമ്മട്ടം കളവ് പോയോ? അതോ നിന്റെ മഷി തീർന്നു പോയോ? നല്ലൊരു കൈയ്യടി കൊടുക്കുക. അടിപൊളി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കണ്ടതിൽ വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. എന്താ മോന്റെ പേര്? അജിത്ത്. നല്ല ഹെയർ സ്റ്റൈൽ ആണെന്ന് അജിത്തിന്റെ. എവിടെ നാട്? ഇവിടെ ഏതിനാ പഠിക്കുന്നത്? റെഡി, ആക്ഷൻ. നിധി ഒളിഞ്ഞടക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലയും കടലിൽ നിന്നെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്റെ കണ്ണുകൾക്ക് നേരെ 1-2 തവണ നീ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവളിക്ക് കൈകൾ മുറുക്കി പിടിച്ച് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുമുണ്ട്. അല്ലേടോ? ഗൗണ്ടറുമായുള്ള നിന്റെ ഡീൽ ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ കരുതലെടുത്തു. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവിടെ നിന്നോനും പോയോ? നീ നിന്റെ നിലവാരം കാണിച്ചതെന്നാണ് ശരി. എൻഫോഴ്സ്മെന്റ് കലാപരിപാടികൾ വളരെ ചീപ്പായിപ്പോയി. കുറച്ചു കാലം മുമ്പ് നീ ആൾക്കാരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. നിനക്ക് ആവശ്യമുള്ള കറൻസി നീ അച്ചടിച്ചു തുടങ്ങിയെന്നും. എന്താടോ കുരിശു, തന്റെ കമ്മട്ടം കളഞ്ഞു പോയോ? അതോ മഷി തീർന്നു പോയോ? അമ്പട കള്ള, നീ ജഗജാല കില്ലാടിയാണ്. എന്താ പേര്? സ്മിത്ത്. എവിടെ നാട്? എൻ്റെ ഇടുക്കിയിലാണ്. നല്ല രസമുള്ള സ്ഥലം ഇടുക്കി. എവിടെയാണ്? വണ്ടിപ്പെരിയാർ അങ്ങനെയൊക്കെ? ഇടുക്കി കുമ്മളിയിലാണ്. നല്ല രസമുള്ള സ്ഥലമല്ലേ? ഓക്കെ. റെഡി, ആക്ഷൻ. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പേ തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? പണി കൊടുത്തോനും കിട്ടിയോനും ഏൽപ്പിച്ചോനും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. നീ എന്റെ കണ്ണിന് നേരെ ചൂണ്ടക്കൊടുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട്. നിന്റെ കൊരവള്ളിയിൽ പിടിച്ച് കൊല്ലാതെ വിട്ടിട്ടുണ്ട്. ഇല്ലേടോ? കൗണ്ടറുമായി നീ ഡീല്. ഇതൊന്ന് കൊഴുക്കട്ടെ അല്ല ഊത്തപ്പം പറയുന്നത് കേള്. കൗണ്ടറുമായി നീ ഡീൽ ചെയ്യുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കരുതലെടുത്തു. എന്റെ എൻഫോഴ്സ്മെന്റ് അല്പം ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു. അത്രേ ഉള്ളൂ. എന്തോടല്ല ഞാൻ പറഞ്ഞു തരണോ? നീ ഞങ്ങൾക്ക് മോനല്ല, ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാണ് അച്ഛൻ. കുറച്ചു നാൾ മുമ്പ് ഞാൻ കേട്ടത് എന്റെ നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഓരോ വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നോണ്ടിരിക്കുക. ഉപദ്രവിക്കുന്നത് ഞങ്ങളുടെ അവിടെ എത്തിയ നീ മലയാളം അത്ര അറിയത്തില്ല. മലയാളം അത്ര അറിയില്ല. എന്നാ പോട്ടെ. ഉപദ്രവിക്കുന്നത് നിർത്താൻ. അവരങ്ങ് അറിയാതെ പറയാ. ഉപദ്രവിക്കുന്ന ഞാനങ്ങ് നിർത്താനെന്ന്. നിർത്തിയെന്നാണ്. നീ നിന്റെ ആവശ്യത്തിനായിട്ട് കറൻസി നീ തന്നെ അച്ചടിക്കുന്നു കേട്ടത്. പിന്നെ എന്താടാ പുരുഷു? കമ്മട്ടം കളവ് പോയ അതോ മഷി ഇത് തീർന്നു പോയോ? ശരി, വിട്ടതി. ഈ ഉള്ളവനെ മനസമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ലേ ഈശ്വര. യെസ്. അപ്പം നമ്മുടെ പറയാതെ തന്നെ അറിയാം ഇതിലെ വിന്നർ ആരാണെന്നുള്ളത്. എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ല പെർഫോം ചെയ്തെങ്കിലും ഇതിലെ വിന്നർ ആരാണെന്നുള്ളത് നമുക്ക് വലിയ കൺഫ്യൂഷനൊന്നുമില്ല. ഞാൻ വിളിക്കുന്നു നമ്മുടെ സ്വന്തം തങ്കമ്മ അമ്മ. കൺഗ്രാറ്റ്സ്.
ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം, പിന്നെ മോസ്റ്റ് കസ്റ്റമേഴ്സ് പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. ശരി, യെസ്. അടുത്തതായിട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഇദ്ദേഹത്തെ തന്നെ വിളിക്കുകയാണ്. വരും. എന്തായിരുന്നു നമ്മളുടെ പേര്? ആതിര. അപ്പോൾ ആതിരയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കുക. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്, മറിയാസ് നാച്ചുറൽസ് നൽകുന്ന ഒരു ഹാമ്പർ കിറ്റ്. വിസാറ്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇലഞ്ഞിയിലെ ഇന്നത്തെ പ്രോഗ്രാം, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങൾ പോകുന്നില്ല. ഇനി അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.